നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സൂപ്പർ കറിയാണ്. മാമ്പഴ പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ കറിയാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ കറിയാണിത്. നല്ല മധുരവും പുളിയും എല്ലാം ചേർന്ന് നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആണ്. നമ്മുടെ കേരളത്തിന്റെ തനതായ രുചിയിൽ പെടുന്ന ഒരു ഫുഡാണിത്. എല്ലാ നാടിനും അതിൻ്റെതായ ഒരു ട്രഡീഷണൽ ഫുഡ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ തനതായിട്ടുള്ളൊരു ഫുഡ് ഐറ്റം ആണ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന, ആർക്കും ഉണ്ടാക്കാൻ പറ്റാവുന്ന, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് മാങ്ങ വേണ്ടത് ചെറിയ മാങ്ങയാണ്. പക്ഷെ നമുക്ക് ആ ചെറിയ മാങ്ങ നമുക്കിവിടെ കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് വലിയ മാങ്ങയാണ്. അപ്പോൾ ഇത് നല്ല പഴുത്ത മാങ്ങയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനൊരു 4 വലിയ മാങ്ങയാണിത്. ഒരു മീഡിയം സൈസിലുള്ളതും വലുതുമായിട്ടുള്ള ഒരു 4 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 ചെറിയ ഉള്ളി, 2 ചെറിയ വെളുത്തുള്ളിയുടെ പീസ്, അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക് നെടിയായി കീറിയത്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ജാഗിരി വേണം നമുക്ക്, ശർക്കര, അതുപോലെ തന്നെ കുറച്ച് 1/2 കപ്പ് തേങ്ങ, കുറച്ച് തൈര്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ്. ഇത്രയും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമല്ല, നമുക്ക് വേഗം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഞാനൊരു മിക്സിയുടെ ജാറിലാണ് തേങ്ങ ഇട്ടുള്ളത്. 1/2 കപ്പ് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 അല്ലി വെളുത്തുള്ളി നന്നാക്കി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാനായിട്ടുള്ള വെള്ളം, കുറച്ച് വെള്ളം മതി, കുറച്ച് മാത്രം, ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം, ഒരു 3-4 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൺകല എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കറികൾ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും മൺകലാണ് നല്ലത്. നാടൻ കറികളും ഇതുപോലുള്ള മാങ്ങ പുളിയുള്ള കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് മൺകലാണ്. അപ്പോൾ ഞാനൊരു മൺകലത്തിലേക്ക് ഞാൻ നമ്മുടെ മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ പൊളിച്ചു വെച്ചിട്ടുള്ള പച്ചമുളക്, അതൊരു 3 പച്ചമുളക് നെടുകെ പൊളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് മുതൽ 2 കപ്പ് വരെ. ഒരു 1.5 കപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ കുറുകി കിട്ടും. 2 കപ്പായ കുറച്ച് ലൂസായിരിക്കും. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. സ്റ്റൗ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെക്കുക. നമുക്കൊന്ന് തിള വരുന്നത് വരെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തീ കൂട്ടി വെക്കുന്നത്. തിള വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ചിട്ടിട്ട് വേവിക്കാം. അടച്ചിട്ടിട്ട് നമുക്കൊരു 5 മുതൽ 10 മിനിറ്റ് വരെ നമ്മളിതൊന്ന് വേവിക്കേണ്ടി വരും. അപ്പോൾ ഞാനൊരു 2 മിനിറ്റ് ആയപ്പോൾ ഒന്ന് ജസ്റ്റ് തുറന്നു നോക്കുന്നുണ്ട്. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഒരു 5-8 മിനിറ്റ് നല്ലപോലെ, ടോട്ടൽ ഒരു 10 മിനിറ്റോളം, 5 to 10 മിനിറ്റ് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു കിട്ടുക. ഒരു 10 മിനിറ്റ് വേവിക്കാം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഒരു 9-10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടായി. നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ല തിളയുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് ടൈറ്റായി വരും. ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തിയും കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ, ജീരകവും ഉള്ളിയും ഒക്കെ ചേർത്ത് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ മുഴുവൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഗ്രേവി കംപ്ലീറ്റ് ഇതിലേക്ക് വന്നോളൂ. അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ എല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ നമ്മൾക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ജാഗിരി, അതായത് നമ്മുടെ ശർക്കര കുറച്ച് ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ എടുത്ത ഒരു പീസ് പൊടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കുകയിലേക്ക്. അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കിയിട്ട് 1 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചിട്ട് വേവിക്കാം. 1 മിനിറ്റ് മാത്രം മതി. ഇത് തുറന്നൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 30 സെക്കൻഡ് നമുക്കിതൊന്ന് ഇതിന്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാം. ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് മാറ്റി വെച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം.
അപ്പോൾ ഒരു 30 സെക്കൻഡ് നമ്മളിതിങ്ങനെ വെച്ചപ്പോൾ തന്നെ ഒന്ന് ചൂട് ജസ്റ്റ് ഒന്ന് തിളയൊക്കെ മാറി ജസ്റ്റ് ഒരു ചൂടൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിക്കുമ്പോൾ എപ്പോഴും ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതുപോലെ ഒരു 15 മുതൽ 30 സെക്കൻഡ് വെച്ചതിന് ശേഷം ആണ് നമ്മൾ തൈര് ഒഴിക്കേണ്ടത്. അല്ലെങ്കിൽ തൈര് ഇങ്ങനെ പിരിഞ്ഞു പോകും. നമുക്കൊരു 1/4 കപ്പ് തൈരാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. തൈര് ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യേണ്ട കാര്യമില്ല, നല്ലതുപോലെ മിക്സ് ചെയ്യുക. തൈര് ഒഴിച്ചാൽ ഒരു കാരണവശാലും നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാൻ പാടില്ല, ചൂടാക്കാനും പാടില്ല. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുണ്ട്, നല്ല നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല ടൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് നമുക്ക് ഈ കറി വേണ്ടത്. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ തൈര് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കണം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇനി തൈരിൻ്റെ പുളിക്ക് അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് കൂട്ടണമെങ്കിൽ കൂട്ടാം. നിങ്ങൾ ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒന്ന് കടുകും ഒക്കെ ഒന്ന് പൊട്ടിച്ചിടാനുണ്ട്. കടുകും ഉള്ളിയും കൂടി നമുക്കൊന്ന് പൊട്ടിച്ച് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കടുക് പൊട്ടിക്കാനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു കണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഉണക്കമുളക് നെടുകെ പൊളിച്ചിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ ഉള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്, മുളകും നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കടുകെല്ലാം കാച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറിയിലേക്ക്. ഇതിപ്പോൾ ഇളക്കേണ്ട കാര്യമില്ല. നമുക്കൊരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാവരും ഒന്നും ഇളക്കേണ്ട കാര്യമില്ല, എല്ലാവർത്തേക്കും ഒന്ന് തെറ്റിച്ച് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി കറി എടുക്കണ നേരത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റ് നോക്കി, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം മാക്സിമം. നമുക്ക് കുറച്ചായിട്ട് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.